ബ്രാൻഡി കുടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അത് കുടിക്കുമ്പോഴുള്ള ഫീൽ എങ്ങനെയാണെന്നുള്ള കാര്യം. എത്രയും പെട്ടെന്ന് നാളെ അടിച്ച് തലയ്ക്ക് വിറ്റടിക്കാൻ വേണ്ടി മാത്രം മൂക്ക് കുത്തി കുടിക്കുന്ന പല ബ്രാൻഡുകളും നമുക്കറിയാം. എന്ന് കരുതി എല്ലാ ബ്രാൻഡുകളും അങ്ങനെയല്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും നിങ്ങൾക്ക് കുപ്പി ഓപ്പൺ ചെയ്ത് വെച്ച് ഇങ്ങനെ മണത്ത് കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇത്ര നമ്മൾ കുടിച്ചു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു രീതിയിലുള്ള ടേസ്റ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരല്പം സോഡ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ സോഡ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അധികം വെള്ളം വേണ്ട, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ സ്പാർക്ലിംഗ് മാത്രം മതി എനിക്ക്, അതല്ലാതെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സ്പാർക്ലിംഗ് ഒരു ഫീല് കിട്ടാൻ വേണ്ടി മാത്രം ഇത്രത്തോളം മാത്രം ഞാൻ ഇതിനകത്ത് സോഡ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ട്രൈ ചെയ്തു പോകാം. ഇപ്പോൾ തന്നെ നോക്കിയാൽ കളർ കംപ്ലീറ്റ്ലി ലൈറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറയുവാണെങ്കിൽ ഒരു സ്കോച്ച് വിസ്കിയുടെ ഒരു ലൈറ്റ്നെസ് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടോ, നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരുപാട് സോഫ്റ്റായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് സ്വീറ്റായിട്ടുണ്ട്. കളർ സ്വീറ്റ് ആകുന്ന പോലെ തന്നെ നല്ല സ്വീറ്റായിരുന്നു. എന്ന് കരുതി ആപ്പിളിൻ്റെ മധുരം അല്ലെങ്കിൽ അങ്ങനെയുള്ള മധുരം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സോഡ കൊണ്ട് ഒഴിച്ച് കഴിയുമ്പോൾ നേരത്തെ ചില്ലായി, സ്പാർക്ലിംഗ് ആയി, നല്ല സ്വീറ്റായി. ഇതിൻ്റെ വേറൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാധനമാണ് കോണിയാക്ക്. പലരും കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം കോണിയാക്കിൻ്റെ ഒരു ടേസ്റ്റ് അറിയാലോ. ഒരു പ്രത്യേക ഒരു 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 സ്വീറ്റുള്ളൊരു സാധനമാണ് ഈ കോണിയാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ വകഭേദത്തിൽ പെടുന്ന ഒരു സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാവാം ഇത് ഒരു സ്വീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ബ്രാൻഡിയിൽ ഒരു ചെറിയ സ്വീറ്റ് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഈ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായിട്ടുള്ളൊരു ഫീൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഫീല് കിട്ടുന്ന ഒരു സാധനമാണത്. എന്നിട്ട് പഞ്ചസാരയല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ. ചെറിയ ഒരു ഫീലായിട്ടുള്ളൊരു സ്വീറ്റ്, അതാണ് അതിൻ്റെ അത് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ കോണിയാക്കിൻ്റെ വകഭേദത്തിൽ വരുന്ന ഒരു സാധനം തന്നെയാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിൻ്റെ ടേസ്റ്റിനോട് ഉപമിക്കുന്ന രീതിയിലുള്ള ഫീലാണ് എനിക്ക് തോന്നിയേക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിൽ നിന്ന്. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ഫ്രഞ്ചുകാരുടെ അത് അവിടെ തന്നെ ഡിസ്റ്റിൽ ചെയ്ത് അവിടെ തന്നെ ബോട്ടിൽ ചെയ്തേക്കുന്ന ഒരു ഫ്രഞ്ച് ബ്രാൻഡി, അതും പ്രീമിയം ബ്രാൻഡായിട്ടുള്ള ഫ്രഞ്ച് ബ്രാൻഡി കഴിക്കുന്നതും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടുള്ളൊരു ഫീൽ കിട്ടിയതും എന്ന് വേണമെങ്കിൽ പറയാം.